എന്തെങ്കിലും നിങ്ങൾക്ക് ചാനലുകാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. വരുന്ന വാർത്തകളെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണല്ലേ? വളരെ വളരെ മോശമാണ്. ഇവൻ സ്ഥിരമായിട്ട് വെള്ളം അടിച്ചിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ചീത്തോടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇവൾ അവൻ്റെ കൂടെ പോകാത്തത് കൊണ്ട് ഈ ഒരു പെണ്ണിനെ ആവർത്തിക്കാൻ പാടില്ല. ഇനി അവനെ ഒരു പെണ്ണിനെയും വഞ്ചിക്കരുത്. എന്നിട്ട് അച്ഛൻ എന്ന രീതിയിൽ കുറെ ഉപദേശിച്ച് മകളെ നന്നാക്കാൻ ശ്രമം നടത്തിയായിരുന്നു അച്ഛൻ. എല്ലാം നടത്തിയിട്ടാണല്ലോ ഇതല്ല. കുഞ്ഞിനെ കൊണ്ടുപോയില്ല. കുഞ്ഞിനെ കൊണ്ടുപോയാൽ ചിലപ്പോൾ അതിനെയും കൊന്നു കളയുമായിരിക്കും. ഭർത്താവ് മരിച്ചതിൽ പിന്നെ ദിവ്യ ആകെ തകർന്നുപോയി. അത്രയ്ക്കും പൊന്നുപോലെയാണ് അവളെ ഭർത്താവ് കൊണ്ടു നടന്നത്. ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ജീവിതത്തെപ്പറ്റി ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന അവളുടെ ജീവിതത്തിൽ ജയകൃഷ്ണൻ എന്നയാൾ കടന്നു കയറി. ഒരുപാട് പ്രതീക്ഷകൾ അവൾക്ക് നൽകി. ഒരു സുപ്രഭാതത്തിൽ സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് ദിവ്യ ജയകൃഷ്ണനോടൊപ്പം ജീവിക്കാനായി ഇറങ്ങി. പക്ഷേ നേരം പുലർന്നപ്പോൾ കേട്ട വാർത്ത ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ കാമുകന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ദിവ്യ കാമുകനോടൊപ്പം ജീവിച്ചത് ഒരേ ഒരു രാത്രി. എന്തായിരിക്കും ആ രാത്രിയിൽ ദിവ്യയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇത് അച്ഛൻ പോലും പ്രതികരിക്കുന്നില്ല. അച്ഛൻ പോലും കേസ് പോലും കൊടുക്കുക. മനുഷ്യൻ അത്രത്തോളം തകർന്നിരിക്കും അല്ലേ? സാധാരണ ഇത്രയും ഒരു ഇൻസിഡന്റ് കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് അച്ഛനെ കൊണ്ട് കേസ് കൊടുക്കുക. എന്താ അച്ഛൻ കേസ് പോലും വേണ്ടായിരിക്കുന്നത്? ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ ചുറ്റുപാട് ഇറങ്ങിക്കഴിഞ്ഞാലും കേൾക്കുന്ന ഇതേ പോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരാൾ പ്രതികരിക്കുക, വീണ്ടും ഈ സംഭവം നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോട് നടക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഇത് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതിനോട്ട് ഈ സോഷ്യൽ മീഡിയ ആയാലും പ്രൈവറ്റ് ചാനലായാലും വരുന്ന വാർത്തകളെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാഴ്ച മുമ്പ് ഇറങ്ങിപ്പോയെന്നും 2 ദിവസം മുമ്പ് ഇറങ്ങിപ്പോയെന്നും ഒക്കെയാണ് പറയുന്നത്. ഇവിടെ പോലീസുകാരുടെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ശനിയാഴ്ച വെളുപ്പിനെയാണ് ഇറങ്ങിപ്പോയത്. എവിടെ ഇറങ്ങിപ്പോയെന്ന ഈ പറയുന്ന ജയദർശന്റെ കൂടെ എന്തിനു വേണ്ടി ഇറങ്ങിപ്പോയത്? ജീവിക്കാൻ വേണ്ടിയാണോ? ജീവിക്കാൻ അവൻ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിക്കൊണ്ട് പോയത്. ഞാൻ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊണ്ട്. അതെ. ഈ സംഭവം എപ്പോഴും നിങ്ങൾ അറിയുന്നത്? നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴപ്പെടുന്നത്? വീട്ടുകാരുടെ? എന്റെ ചേട്ടത്തിയാണത്. അതായത് ആദ്യ ഭർത്താവിന്റെ അനിയനാണ് ഞാൻ. ഞങ്ങളെ താമസം കരുനാഗപ്പള്ളിലാണ്. ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പൊ ദിവ്യയുടെ ഭർത്താവിന്റെ അനിയൻ? അതെ, ആദ്യ ഭർത്താവിന്റെ അനിയൻ. അതെപ്പോഴും പുള്ളി എന്തുകൊണ്ട് എങ്ങനെയാണ് മരിക്കുന്നത്? അത് കൂട്ടുകാരുടെ ചില്ല് ചെയ്യാൻ വേണ്ടി, അതായത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ്. അതിപ്പം പല ന്യൂസ് ചാനലിന്റെ പേപ്പറിനകത്ത് വന്നിരിക്കുന്ന കക്ക വരാൻ പോയി തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്റെ അച്ഛൻ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. അപ്പം അത്യാവശ്യം ഫിനാൻഷ്യൽ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന ആൾക്കാർ കക്ക വരാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. ആ സമയത്ത് ന്യൂസ് പേപ്പറിനകത്ത് കട്ടിങ്സിനകത്ത് വന്ന കക്ക വരാൻ പോയി, അത് വരാൻ പോയെന്നൊക്കെ ആയിരുന്നു. അപ്പൊ എങ്ങനെ മരിക്കുന്നത്? കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കൈ കൊടുത്തതാണ്. അങ്ങനെ ആ ഒരു ഇതിനകത്ത് പോയതാണ്. അവര് നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിനകത്താണ് മോനുണ്ടാകുന്നത്. അതിനകത്ത് തെറ്റായിട്ടുണ്ടായിരുന്നു. മോളെന്നാണ് കൊടുത്തേക്കുന്നത്. മോളല്ല, മോനാണ്. അതിനുശേഷം കുറെ വർഷം ഈ ദിവ്യ ഒറ്റയ്ക്ക് താമസിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു താമസിച്ചിരുന്നത്. ചെറുത്ത അച്ഛൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ജയേഷിന്റെ വിഷയം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? ഞാൻ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇവൻ ചേട്ടൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജോലി. അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 വട്ടം 2 വട്ടം 3 വട്ടം ശല്യപ്പെടുത്തിയപ്പോഴത്തേക്ക് ഞാൻ അന്നെങ്കിൽ അതേ ചേട്ടനില്ലാത്ത സ്ഥാനത്തിന് ഞാനല്ല, ചേട്ടനല്ലേ മരിച്ചു പോയിട്ടുള്ളൂ. ഞാനായിട്ട് ഇടപെടാന്ന് വെച്ചിട്ട് ഇവനെ ഒന്ന് സംസാരിക്കാന്നുള്ള രീതി പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അത് കേസ് രീതി മുന്നോട്ട് പോകുന്ന രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ലായിരുന്നു. സംസാരിക്കാന്നുള്ള പോയിന്റ് എത്തിയപ്പോഴത്തേക്കാണ് അവർ കേസ് രീതി മൂവ് ഓൺ ചെയ്യാന്നുള്ള രീതി പറഞ്ഞിട്ടുള്ളത്. അപ്പം കേസ് രീതി മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ നമ്പർ മാറ്റിയിട്ടുണ്ടായിരുന്നു, ആധാറിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പായിട്ട് ആ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു ബന്ധമുണ്ടെന്നുള്ളത്. ബന്ധമല്ല, ഈ ഒരു സുഹൃത്ത് ബന്ധമുണ്ടെന്നുള്ള കാര്യം. ദിവ്യ വളരെ സീരിയസ് ആയിരുന്നു ആ കാര്യത്തില്. അതിനെപ്പറ്റിയിട്ട് എനിക്ക് വളരെ അറിയത്തില്ല. കാരണം ഞാനും ചേട്ടനും തമ്മിൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയാണ്, ചേട്ടത്തി അനിയൻ എന്നുള്ള രീതിയല്ല. അപ്പൊ എന്റെ അടുത്ത് എന്ത് കാര്യങ്ങളുണ്ടെന്ന് തുറന്ന് പറയും. ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഇതാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനിടയ്ക്കായാലും ഈ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത കാര്യം കഴിഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു പോലീസ് കേസ് കൊടുത്തേ? ശല്യപ്പെടുത്തുന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. കാരണം മേ ബി ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം ആ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക്. അതുകൊണ്ടായിരിക്കും കേസ് കൊടുത്തത്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. വളരെ വളരെ മോശമാണ്. ഞാനിപ്പോ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരുടെ ഉമ്മയുടെ ഉമ്മ ഈ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായി. ഇവന്റെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്ക് അവർക്ക് പറ്റിയൊരു ഇൻസിഡന്റ് എന്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഇവൻ ഒരു പെണ്ണിനെ നേരത്തെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ആ പെണ്ണ് ഇവന്റെ സ്വഭാവം അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. ആ പെണ്ണിന്റെ വീട് ഈ ഉമ്മയുടെ വീടിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഇവൻ സ്ഥിരമായിട്ട് വെള്ളം അടിച്ചിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ചീത്തോടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇവൾ അവൻ്റെ കൂടെ പോകാത്തത് കൊണ്ട് അങ്ങനെ വളരെ മോശമായിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ തന്നെ ആയാലും നേരത്തെ ഒരു പെണ്ണായിട്ട് ഇവൻ കറങ്ങുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചേട്ടത്തിന് മുന്നിൽ കൂടെ വേറെ പെണ്ണായിട്ട് നടക്കുന്നത് ചേട്ടത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. വീഴ്ത്തിന്ന് പറയാം. വീണെന്നല്ല, വീഴ്ത്തിന്ന് പറയുന്നതായിരിക്കും പ്രശ്നം നല്ലത്.
പിന്നെ ഈ പറയുന്ന രണ്ടും കൽപ്പിച്ച് ജീവിക്കുക എന്നും പറഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. ജീവിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതായിരിക്കാം. മേ ബി ഇവൻ വന്ന് വിളിച്ച് ഇവിടെ ഇത്ര ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വയലൻസ് ആയതുകൊണ്ട് വേറെ അച്ഛനും അമ്മയൊക്കെ പെൺകുട്ടി ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തോണ്ട് അങ്ങനെ മാനസികമായിട്ട് ഒറ്റപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇവർക്കൊരു വിഷമവും അതിന്റെ ബേസ് വെച്ചായിരിക്കാം. അപ്പൊ പുള്ളിക്കാർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഇവന്റെ കൂടെ പോകാനല്ലാണ്ട് വേറെ ഓപ്ഷൻ കാണില്ല. അങ്ങനെ ഗതികെട്ട് ഇറങ്ങിയതാണ്. ഒരു 3 മണി 4 മണിയായി ഇവിടുന്ന് പോയിട്ട് ഒരു 12 മണിക്കുള്ളിൽ ഇങ്ങനെ കോള് ഇവരെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരും റിയലൈസ് ചെയ്ത് കാണും. അപ്പൊ അവിടെ എന്തായിരിക്കും സംഭവിച്ചത്? ആ വീട്ടില് അവിടെ മേ ബി അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്നതിന്റെ കൂട്ടിലല്ലോ, മറ്റേ അടുത്തറിയുമ്പോഴല്ലേ അതിന്റെ കാര്യം എത്തുള്ളൂ. അവിടെ ചെന്നപ്പോഴേ ഇവന്റെ റിയൽ സ്വഭാവം ഏതാണെന്ന് ചേർത്തേക്ക് അറിഞ്ഞു കാണുമായിരിക്കും. ഒറ്റ ദിവസത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. ദിവസമല്ല, ഇവിടുന്ന് 3 മണിക്ക് പോയി 12 മണി 1 മണിയോടുകൂടി കോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവന്റെ സ്വഭാവം അറിഞ്ഞിട്ടുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും മേ ബി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. കൈനേരം മുറിച്ചിട്ട് കൈനേരം ആദ്യം വെയിൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിൻ കട്ട് ചെയ്തിട്ടുണ്ടപ്പം ബ്ലഡ് കോട്ടായിട്ടുണ്ട്, മീൻസ് റണ്ണായില്ല. പുറത്ത് പോയാലേ അല്ലെങ്കിൽ ഇതിന് പോയിന്റ് കട്ടായിട്ടുണ്ടാവില്ലായിരിക്കും. ഇവന്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗ്രില്ല് പോണൊക്കെ സംഭവമാണ്. ഗ്രില്ല് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെയാണ് വെയിൻ കട്ട് ചെയ്തതെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ റൂമിൽ ചെന്നിട്ട് വേണം ഈ തൂങ്ങി മരിച്ച റൂമിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഇവൻ അബോധാവസ്ഥയിൽ കിടക്കുമായിരിക്കാം. എല്ലാ പ്രതീക്ഷയും നശിച്ചു പോയിട്ട് തീരുമാനം അല്ലേ? ഇവിടെ വരാൻ ഒക്കത്തില്ല, അവിടെ ജീവിക്കാനൊക്കത്തില്ല. കാരണം ചേട്ടത്തി ജീവിക്കുന്നത് തന്നെ ഇവന് വേണ്ടിയിട്ടാണ്. ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷമായാലും അമ്മോൻ അല്ലെങ്കിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഇവന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാലല്ലേ ചെയ്യത്തുള്ളൂ. ഞാനായാലും കണ്ടത് വെച്ചിട്ട് ഞാനായാലും എൻ്റെ വീട്ടിലുള്ളവരടുത്തൊക്കെ പറയാറുണ്ട്, കളിയാക്കിയിട്ടായാലും ചേട്ടത്തെ പോലെ വേണം, എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് തിരിച്ചു ചോദിക്കാൻ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്രയ്ക്കും ഒരു പക്ഷെ വന്നിട്ടുണ്ടാവും. അവന്റെ ഭാഗത്ത് എന്തെങ്കിലും ബ്രൂട്ടലായിട്ട് എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായി കാണും അല്ലേ? തീർച്ചയായിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ എന്തായിരിക്കും സംഭവിച്ചത്? അവൻ വേണ്ടെന്ന് പറഞ്ഞാണോ, ഉപദ്രവിച്ചാണോ? അവിടെ എനിക്ക് എന്നെ ഒരു മനസ്സ് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേട്ടത്തി ഇവനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചിന്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ആ ഒരു കേസ് പിൻവലിക്കുന്നവരെ ചേട്ടത്തെ അവന്റെ കൂടെ നിർത്തുക എന്നുള്ള ഒരു പോയിന്റാണ് അവന്റെ അത് പിൻവലിക്കുന്നത്. അങ്ങനെ ടോക്ക് ഉണ്ടായി കാണാതിരിക്കുക, ഉണ്ടാവാതിരിക്കുക. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ മാനസികമായിട്ടല്ലേ അവർ പറഞ്ഞും പോയി തിരിച്ചെഴുതിയതും പറ്റത്തില്ല എന്നുള്ള രീതിയാണ്. ഒരുപക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛനും അമ്മയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് മോളെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് സംഭവം നടക്കത്തില്ലായിരുന്നു. അവർ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇരുന്നത്. അവർ ജീവിക്കട്ടെ എന്നുള്ള, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയെന്നുള്ള ഭാഷയ്ക്ക് ഇറങ്ങിപ്പോയപ്പോൾ അവർ ജീവിക്കട്ടെ എന്നുള്ള ഒരു സ്പിരിറ്റോടുകൂടിയാണ് ഇവരുന്നത്. മേ ബി ജീവിക്കുന്നു വെച്ചാൽ ഉറപ്പായിട്ടും. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. ഈ ഒരു അവസ്ഥ എത്തുന്നൊട്ടും വിചാരിച്ചിട്ടില്ല. ഇനി ഒരു പെണ്ണിനെ ആവർത്തിക്കാൻ പാടില്ല. ഇനി അവനെ ഒരു പെണ്ണിനെയും വഞ്ചിക്കരുത്. അല്ല, ഫോട്ടോ കാണിച്ചിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും അറിയണം ഇത് ട്രാപ്പ് ചെയ്ത കൊച്ചിനെ കൊണ്ടുപോയത് ഇവിടുന്ന്. വേണ്ടാന്ന് എഴുതി കൊടുത്തത് കൊച്ചു പോലീസ് സ്റ്റേഷനിൽ പോയി. അമ്മ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനും മോളും കൂടാണ് എഴുതി ഇവന്റെ ശല്യം തീരണം കൊടുത്തത്. ഫോൺ വാങ്ങിക്കുക, കൊച്ചു ജോലി ചെയ്യുന്നിടത്ത് നിന്ന് ശല്യം ചെയ്യുക, അങ്ങനെ ചെയ്തോണ്ടിരുന്ന. ഇവൻ ട്രാപ്പ് ചെയ്ത് കൊച്ചിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അത് നിർത്താൻ വേണ്ടി നമ്മള് ശല്യം വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞല്ലേ ഇത് നിർത്തിയത്. അങ്ങനെ കൊച്ചിന് തന്നെ ഒരു ബോധം വന്നു, ഇത് കൊള്ളത്തില്ല, സ്വഭാവം കൊള്ളത്തില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മള് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു കുഴപ്പമില്ലാതിരുന്നത്. കൊച്ചന്നേരം പറഞ്ഞു എന്റെ തലേന്ന് ഊരിപ്പോയി, എനിക്ക് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ ഒരു ദിവസം നിങ്ങളായാലും ഒറ്റ സുപ്രഭാതത്തിലെ കൊച്ചു പറയുന്നത് അവൻ മതിയെന്ന്. അപ്പൊ അങ്ങനെ പറയാൻ കാര്യം അവൻ ട്രാപ്പ് ചെയ്തു, എന്തോ ട്രാപ്പ് ചെയ്തു. അങ്ങനെ പറയണമെങ്കിൽ അതിനെ എന്തെങ്കിലും രീതിയിൽ ട്രാപ്പ് ചെയ്തിട്ട ഇനി അവൻ ഒരു പെണ്ണിനെയും ട്രാപ്പ് ചെയ്യരുത്. നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി അവന് പരാതി കൊടുത്തു, അത് ഇല്ലാതാക്കിയപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണുമായിട്ട് പോലീസ് ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം ആ പെണ്ണിനെ കൊണ്ട് അവിടെ എല്ലാം കറങ്ങി നടന്നിട്ട് അതും കണ്ടു കഴിഞ്ഞിട്ട് കൊച്ചു പറഞ്ഞു എനിക്ക് സമാധാനമായമ്മേ, വേറൊരു പെണ്ണിനെ കിട്ടി, കല്യാണം കഴിക്കാൻ പോയി, ഇനി എനിക്ക് ശല്യമില്ല എന്ന് പറഞ്ഞ കൊച്ചാണ്. പിന്നെ ഇതെന്താ വീണ്ടും എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടും കൽപ്പിച്ച് നിങ്ങളോടൊക്കെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഇപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചു അവളെ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചല്ലേ? ജീവിക്കട്ടെ എന്ന് കരുതിയാ വിട്ടത്. അത് ഒരു ദിവസമല്ലേ പോയുള്ളൂ, ഒരു രാത്രി പോലും കൊച്ചു കഴിഞ്ഞില്ലല്ലോ. ആ ഒരു ദിവസം കൊണ്ട് ഇവിടുന്ന് പോയി. ഞങ്ങൾ വിചാരിച്ചു ജീവിച്ച് കാണട്ടെ, അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു അവിടെ ഇഷ്ടത്തിന് നമ്മൾ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ, കോട്ടയെന്ന് കരുതി വിട്ടത്. പക്ഷെ ജീവിക്കുമോ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല.
അവളെന്താ ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. നല്ല തൻ്റെ ഇടമായിരുന്നു, നല്ലോണം എല്ലാം അറിയാവുന്ന ഒരു അല്ല കൊച്ചുമായിരുന്നു. എവിടെ എന്താ അമ്മ എന്താ ചെയ്യുന്നത്? അവിടെ എന്തായിരിക്കും സംഭവിച്ചേക്കുന്നാലും? എനിക്ക് അറിയത്തില്ല വ്യക്തമായിട്ട്. ഒറ്റ രാത്രി കൊണ്ട് എന്താ പറ്റിയെന്ന് എനിക്ക് കുട്ടി മോടെ മുമ്പിൽ കൂടെ പ്രശ്നമായതിനു ശേഷം അവൻ കൊണ്ടു നടന്നതാ ഈ പെണ്ണ്. ഈ പെണ്ണിനെ കൊണ്ട്. ഈ പെണ്ണ് ചരിത്രം ഇവിടെ ഹിസ്റ്ററി വന്നിട്ടില്ല. ഇത് വേറെ പെണ്ണാ അല്ലേ? അത് വേറെ പെണ്ണ്. അവന് സ്ഥിരം പരിപാടി ഇത് തന്നെ. അത് തന്നെ. ഒരു അച്ഛൻ തെളിയിച്ചായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും വൃത്തിയുള്ള സ്വഭാവമാണ്. ഈ കേസ് കൊടുത്തതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ. ഇതൊക്കെ മകൾ അറിയുന്നുണ്ടോ? മകളുടെ മുമ്പിൽ കൂടെ നടന്ന കാര്യമായത്. അന്നേരം മകൾ ഇവിടെ ഒന്ന് പറഞ്ഞായിരുന്നു വെച്ചാൽ ഇത് ഇല്ല ഇല്ല. അവള് പക്ഷെ അവൻ എനിക്ക് ഇട്ടുവന്നാ ഇത്. എന്റെ അതിനകത്ത് ഇട്ടതാ. ഈ എന്നെ ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് അച്ഛൻ എന്ന രീതിയിൽ കുറെ ഉപദേശിച്ച് മകളെ നന്നാക്കാൻ ശ്രമം നടത്തിയായിരുന്നു അച്ഛൻ. എല്ലാം നടത്തിയിട്ടാണല്ലോ ഇതെല്ലാം. കേസ് പോലും കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ഇപ്പോഴോ? എന്തിന് കേസ് കൊടുത്താൽ എന്തോ പ്രയോജനം? അല്ല അവനെ അങ്ങനെ വിടാൻ പറ്റുമോ? ആരാ നീതി കൊടുക്കുന്നത്? അച്ഛൻ പറഞ്ഞ അതേ മറുപടി എനിക്ക് വരാനുള്ള ഒരു കോടതിയും നീതി തരത്തില്ല. കാരണം മകൾ ഭർത്തൃ വീട്ടിലല്ല, അല്ലെങ്കിൽ ഭർത്താവ് ആവാൻ പോയ ഒരുത്തിന്റെ വീട്ടിൽ തൂങ്ങി വരച്ചേക്കുന്നത്. അത് ഭയങ്കര ഒരു ക്രൈമല്ലേ നടക്കുന്നത്? ആണ്. പക്ഷേ ഈ കേസും കൊണ്ട് പോയാൽ യാതൊരു പ്രയോജനമില്ല. കാരണം ഇവൻ ഇത്രയും ഭീഷണിപ്പെടുത്തുന്ന, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പോലും ന്യൂസായിട്ട് ഒറ്റ ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയല്ലോ. അവനെ ഇറക്കാൻ ആളുണ്ടായിരുന്നു, പോയി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒരു പെണ്ണിന് ഒരു സംരക്ഷണമോ ഒന്നും ഈ സമൂഹത്തിൽ കിട്ടുമെന്ന് നിയമപരമായിട്ട് പോകണമെന്ന് ഇപ്പൊ പറയുന്നില്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിലൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി അവൻ ഒരിടത്ത് പുറത്തോട്ട് ഇറങ്ങി ഒരു മനുഷ്യനെ കാണരുത്. ആ രീതി വേറെ ആരുണ്ട് നാണോ മാനമോ ഉള്ളവനാന്നേ ഞാൻ ചെയ്യത്തില്ലല്ലോ. കഞ്ചാവ് അടിച്ചു നടക്കുന്നതിന് ലെവലില്ലല്ലോ. ഇനി ഇങ്ങനെ ആരും എവിടോട്ട് ഇറങ്ങിയാലും സമൂഹം അവനെ തിരിച്ചറിയണം, കല്ലെറിയണം. ഒരു പെണ്ണ് പോലും ഇനി ഇവന്റെ ട്രാപ്പിൽ വീഴരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ശനിയാഴ്ച രാവിലെ ഇവിടെ വരുമ്പോഴും വെള്ളം അടിച്ചിട്ടാണ്. എങ്കിലും നിങ്ങൾ ഉള്ളുകൊണ്ട് വിചാരിച്ചു അവർക്കൊരു ജീവിതം വേണമല്ലോ എന്ന് ചിന്തിച്ചു. എല്ലാം അവര് ചിന്തിക്കുമല്ലോ. അവര് പോയി ജീവിക്കട്ടെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് പിന്നെ കുഞ്ഞിവിടെ കിടന്ന് കുഞ്ഞിനെ കൊണ്ടുപോയില്ല. കുഞ്ഞിനെ കൊണ്ടുപോയാൽ ചിലപ്പോൾ അതിനെയും കൊന്നു കളയുമായിരിക്കും. കുഞ്ഞിനെ ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. അതിന് ആൾക്കാർ പറയുന്നത് കുഞ്ഞിനെ അച്ചാമ്മ എടുത്തോണ്ട് പോയി, അച്ഛൻ്റെ പെങ്ങൾ എടുത്തോണ്ട് പോയി, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. പക്ഷെ ദിവ്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അത്ര നല്ല ബോൾഡുള്ള ക്യാരക്ടർ, ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഇതാ. അത്രയും മനസ്സ് ഒരു സഹിക്കാൻ പറ്റാത്ത എന്തോ സംഭവിച്ചു. എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പോഴേ വിളിച്ചെന്നോട് പറയും, അല്ലെ വീട്ടിൽ വന്ന് എന്നോട് ചർച്ച ചെയ്യും. അമ്മായിമ്മ പെരുമാൾ ഹോട്ടൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓപ്പൺ ആയിട്ട്. ഇയാളെ പറ്റി എപ്പോഴും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ ഈ പയ്യനോട്? അവന്റെ കാര്യമൊന്നും എന്നോട് പറയത്തില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ടീച്ചർ പറയപ്പോഴേ ഞാൻ അറിയത്, അല്ലാതെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് എന്ത് പറഞ്ഞേ? ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു, താഴ്വാലുള്ള ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയും കല്യാണം കഴിക്കട്ടെ, ഇതിന് കല്യാണം വേണ്ട. എന്റെ മോന്റെ പേര് സിഗു എന്നാണ്. അപ്പൊ സിഗു മോനെ എന്ത് പറഞ്ഞാലും സിഗു മോൻ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഞാനും വിചാരിച്ച് സിഗുവിന്റെ ഇത് വെച്ച് ചിലപ്പോൾ കുറച്ചാളോട് ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ കല്യാണം കഴിക്കാൻ ആലോചന ഇടാന്നൊക്കെ പറഞ്ഞ. അപ്പം പറഞ്ഞു 6 മാസം കഴിയട്ടെ എന്നോടൊന്ന് പറഞ്ഞു. എനിക്ക് കൊച്ചു കല്യാണം കഴിക്കണമെന്നല്ലേ. ഇത്രയും നാള് 6 വർഷം വരെ അത് നിന്നില്ലേ. ഭർത്താവ് മരിച്ചൊരു ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ല. നല്ല മോളായിരുന്നു. അമ്മായിമ്മയാണ് ഈ പറയുന്നത് അല്ലേ? ഒരു അമ്മായിമ്മയാണ് മുൻകൈ എടുക്കുന്ന കൊച്ചിനെ കല്യാണം കഴിപ്പിക്കണോ? ഞാനാ പറയുന്നത് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയുന്നത്. അവരെക്കായി മുന്നിൽ നിൽക്കുന്ന ഞാനാ കല്യാണം കഴിപ്പിക്കണം എന്ന് വെച്ചാൽ. അത് ഒത്തിരി നാളൊന്നും ജീവിച്ചില്ല. 1 വർഷം എന്റെ മോനുമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. മോനും ഗൾഫിൽ പോയായിരുന്നു. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവർ ഭയങ്കര ജീവിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ചു. ഭയങ്കര സന്തോഷം. ആങ്ങളെയും പെങ്ങളുമായിരുന്നു. ഭയങ്കര സന്തോഷം. ആങ്ങളെയും പെങ്ങളെയും പോലായിരുന്നു കഴിഞ്ഞത്. ഈ കൊച്ചിനോട് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് തോന്നി. എനിക്ക് പെണ്ണില്ലല്ലോ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെയും കല്യാണം കഴിപ്പിക്കണം നിർബന്ധിച്ചോണ്ട് ഒരുപാട് ആഗ്രഹമായിരുന്നു എനിക്ക്.